ഹേ ഗൈസ് നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു കോമഡി കോണ്ടന്റോ ചെയ്യാൻ വേണ്ടി വന്നല്ല. ഈ അടുത്തായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ സംസാരിച്ചാലും ഇല്ലെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അടുത്ത് നടന്ന ഒരു ബസ്സിലെ ഇൻസിഡന്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു ജീവനാണ് പോയേക്കുന്നത്. അതൊരു ആത്മഹത്യയായിരുന്നു. ഒരു ആത്മഹത്യ അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതൊരു കൊലപാതകമായിരുന്നു. കാരണം ഒരു പെൺകുട്ടി എന്നെ ഒന്ന് തൊടു, എന്നെ ഒന്ന് പിടിക്കൂ, എനിക്ക് റീച്ച് വേണം, എനിക്ക് ഷെയർ വേണം, എന്റെ അക്കൗണ്ട് എനിക്ക് വലുതാക്കണം എന്നുള്ള ഒരു രീതിയിൽ ചെന്ന് ഒരാൾക്കെതിരെ ഫേക്ക് അലിഗേഷൻസ് കൊടുത്തിട്ട് ആ ആളുടെ ജീവിതം ഫുള്ള് കംപ്ലീറ്റ്ലി തകർത്ത് ഒരു മൃഗം. പെൺകുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പെണ്ണുങ്ങൾക്ക് അതൊരു നാണക്കേടാണ്. ആ ഒരു പെണ്ണിനെ അവരുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഒരു മൃഗം ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറൽ ആവാൻ വേണ്ടി എന്റെ അക്കൗണ്ട് ഒന്ന് കയറണം, എന്റെ അക്കൗണ്ട് ഒന്ന് റീച്ച് ആവണം, എന്റെ അക്കൗണ്ട് ഒന്ന് നല്ല രീതിയിൽ ആൾക്കാർ കാണണം, ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഒരു രീതിയിൽ ചെന്നിട്ട് ഒരു ബസ്സിൽ കയറി ഒരു പാവപ്പെട്ടവന്റെ തലയിൽ ഫേക്ക് അലിഗേഷൻസ് അടിച്ചു കൊടുത്തിട്ട് ആ ആളുടെ ജീവിതം പോയപ്പോൾ നിനക്ക് എന്തോന്ന് കിട്ടി മോളെ? എനിക്കറിയാം ഞാൻ ഈ മോളെ വിളിക്കുന്നത് എനിക്ക് ആകെ വയസ്സ് 21 ഉള്ളൂ. നിനക്ക് നല്ല പ്രായം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ പ്രായത്തിനെക്കാട്ടി മൂത്ത കഴപ്പാണ് നിനക്ക് ഞാൻ പറയത്തുള്ളൂ. മരിച്ചതൊരാണല്ലേ, ആ മരണത്തിലൂടെ തള്ളിവിട്ടത് ഒരു പെണ്ണല്ലേ. എന്ത് സംഭവിക്കാനാ? കൂടിപ്പോയാൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കും. പക്ഷേ നീ എത്ര പേരുടെ പ്രാക്കാണ് ഏറ്റുവാങ്ങുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ മരിച്ചുപോയ ദീപക് എന്ന് പറഞ്ഞ സഹോദരൻ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല താൻ ആ യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുമ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു പെണ്ണ് കാരണം ഇതുപോലത്തെ ഫേക്ക് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആവുമെന്ന്. ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടതിന് ശേഷം കുറച്ച് പേരെങ്കിലും ചിന്തിച്ചു കാണും, ഇയാൾ ഇങ്ങനെയായിരുന്നു, ഇയാൾ ഇത്രക്കാരനായിരുന്നു, ഇയാൾ ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നതെന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിച്ചു കാണും. ആ ഒരു മനോവിഷമത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. ഒന്നതല്ലേടി നീ. ആ സഹോദരൻ ചെയ്ത തെറ്റെന്തെന്ന് വെച്ചാൽ ആ ഒരു ബസ്സിനകത്ത് ആ ഒരു സ്ത്രീയുടെ ഫ്രണ്ടിൽ തന്നെ കയറി വന്ന് നിന്നു. സ്ത്രീയല്ല, ആ ഒരു മൃഗത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി വന്ന് നിന്നു. കാരണം ഈ ഇത്രയും തിരക്കുള്ള ഇത്രയും റഷ് ആയിട്ടുള്ള ബസ്സിനകത്ത് അവൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണോ? ഒരു തവണ അദ്ദേഹത്തിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് കൂട്ടണം, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാം, ലീഗലി മൂവ് ചെയ്യാം. അല്ലാതെ ഒരാളെ ഇതുപോലെ പച്ചയ്ക്ക് കത്തിക്കല്ല വേണ്ടത്. ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്രയും തിരക്കും റഷുള്ള ആ ഒരു ബസ്സിൽ പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ഒരു ബാഗ് പൊക്കുന്ന ടൈമിൽ ടച്ച് ആവുന്നുണ്ട്. അത് സ്ലോ മോഷനിൽ എടുത്ത് കാണിക്കുന്ന പുച്ഛം മാത്രം. കാരണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്നെ തൊടു, എന്നെ പിടിക്കൂ, കാരണം എനിക്ക് വീഡിയോ ഇടണം, എന്റെ അക്കൗണ്ട് വൈറലാക്കണം, റീച്ച് ആക്കണം, അക്കൗണ്ടിന് ഫോളോവേഴ്സ് കൂട്ടണം എന്നുള്ള ചിന്തയിൽ ചെന്ന് ചിരിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു ചിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ ദീപക് എന്ന് പറഞ്ഞ ഒരു സഹോദരനാണെങ്കിൽ നാളെ നമുക്ക് ഒരാളെ, നാളെ ഇപ്പൊ എനിക്കും വരാം. എനിക്കെതിരെ എന്തെങ്കിലും വന്നാൽ ഞാനിപ്പോ നിരപരാധിയാണെന്ന് തെളിയിക്കുമ്പോൾ ഞാൻ മരിക്കണമായിരിക്കും അതിനെ പറ്റി നല്ലത് പറയാൻ. ഇപ്പൊ ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ അങ്ങ് മരിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് കൊന്ന് തിന്നും എല്ലാവരും കൂടി. ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ ഇപ്പൊ ഒരാൾ മരിക്കേണ്ട അവസ്ഥ. അതാണ് ഇപ്പൊ നമ്മുടെ സമൂഹം. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ പറ്റി നല്ലത് പറയാൻ നമ്മൾ അറിയോ? നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഒന്നുമില്ല. ആ അമ്മയുടെ അച്ഛന്റെയും കരച്ചില്. ആ കൂട്ടുകാരുടെയും വേണ്ടപ്പെട്ടവരുടെയും വേദന. ഇതെല്ലാം എവിടെ കൊണ്ട് കളയുന്നു എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നു അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിന്റെ സ്വന്തക്കാര്, ബന്ധുക്കാര്, നിന്റെ കൂട്ടുകാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. അവളുടെ അടുത്ത് പറഞ്ഞേക്ക്, ഇവിടത്തെ നിയമത്തിനും കോടതിക്കും നിന്നെ ചിലപ്പോൾ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ജയില്, തൂക്കേറ്, നഷ്ടപരിഹാരം ഇതിനെക്കാട്ടി വലിയൊരു ശിക്ഷ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരമ്മയുടെ കണ്ണീര് വീഴ്ത്തിയാൽ മതിയടി, നീയൊക്കെ മുടിഞ്ഞു പോകും.